ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? സുഭാഷിതം. ഹോശേയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഇസ്രയേലേ, നിന്റെ സഹായമായിരിക്കുന്ന എന്നോട് നീ മറക്കുന്നത് നിന്റെ നാശമാകുന്നു. ഓ ഇസ്രയേൽ, യു ആർ ഡിസ്ട്രോയിഡ്, ബട്ട് യുവർ ഹെൽപ്പ് ഈസ് ഫ്രം മീ. ദൈവം ഇസ്രയേലിനോട് അങ്ങേയറ്റം ക്ഷമയുള്ളവനാണ്. നൂറ്റാണ്ടുകളായി അവരുടെ പാപങ്ങൾ പെരുകിയെങ്കിലും തന്നിലേക്ക് മടങ്ങുവാൻ പ്രവാചകനായ ഹോശേയാവിൽ കൂടെ ദൈവം അവരോട് അഭ്യർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന പാപങ്ങൾ അക്കമിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. തങ്ങൾ ചെയ്ത പാപങ്ങളെ ഓർത്ത് അവ അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാത്തവർക്ക് ന്യായവിധി ഉണ്ടാകുമെന്നും കഠിനമായി ശിക്ഷിക്കപ്പെടുമെന്നുമുള്ള മുന്നറിയിപ്പും നൽകുന്നു. എന്നിട്ടും അവർ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നില്ല. അതുകൊണ്ട് അവരുടെ മേൽ ന്യായവിധി ഉണ്ടായി. വടക്കൻ രാജ്യമായ ഇസ്രയേൽ അശൂരിന്റെ അടിമത്തത്തിലേക്കും യഹൂദ ബാബിലോണിന്റെ അടിമത്തത്തിലേക്കും ആനയിക്കപ്പെട്ടു. 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വിഗ്രഹാരാധനയുടെ പേരിൽ ഇസ്രയേൽ ജനതയ്ക്ക് ലഭിക്കുന്ന ശാസനയും ഭീഷണിയും, അവരുടെ അഹങ്കാരവും ആഡംബരവും, അവരുടെ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും മറ്റും ദുരുപയോഗങ്ങൾ എന്നിവയ്ക്കുള്ള ശാസനയാണ് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയും ദൈവത്തോടുള്ള ആദരവ് നിലനിർത്തുകയും ചെയ്യുന്നവർക്ക് ദൈവം ഇനിയും അവരുടെ ആശ്വാസത്തിനും സഹായത്തിനുമായി പ്രത്യക്ഷപ്പെടുമെന്നുള്ള പ്രോത്സാഹനമാണ് 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും 14-ാം വാക്യത്തിലും എഴുതിയിരിക്കുന്നത്. മറുതലിക്കുന്നവരുടെ മേൽ വരാനിരിക്കുന്ന നാശം വളരെ ഭയാനകമാണെന്ന് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ് ബാക്കിയുള്ളത്. ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് അവിടെ നിന്നും സഹായകനായിരിക്കുന്നു. 54-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിക്കുന്നത്, ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു, കർത്താവ് എന്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. എബ്രായർ 13-6 പറയുന്നു, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോട് പറയാം. ദൈവം നമുക്ക് സഹായമായി തീരുവാൻ, അനുകൂലമായി തീരുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? നാം വായിച്ച കുറിവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ സഹായമായിരിക്കുന്ന എന്നോട് നീ മറക്കുന്നത് നിന്റെ നാശമാകുന്നു. 1 ശമൂവേൽ 12:15 പറഞ്ഞിരിക്കുന്നു, എന്നാൽ നിങ്ങൾ യഹോവയുടെ വാക്കനുസരിക്കാതെ യഹോവയുടെ കൽപ്പനയെ മറുത്താൽ യഹോവയുടെ കൈ നിങ്ങളുടെ പിതാക്കന്മാർക്ക് വിരോധമായിരുന്നതുപോലെ നിങ്ങൾക്കും വിരോധമായിരിക്കും. ദൈവം അരുളി ചെയ്തിരിക്കുന്ന വാക്കുകളും കൽപ്പനകളും നാം അനുസരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൽ നിന്ന് സഹായം ലഭിക്കാനുള്ള ഏക മാർഗം. പിതാക്കന്മാരെ കുറിച്ച് പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. കാരണങ്ങൾ തുടർന്ന് പറഞ്ഞിരിക്കുന്നു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകരുത്. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്തു, നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ കർത്താവിനെ പരീക്ഷിച്ചു, നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്തു, നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോക അവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തോട് മറക്കാതെ ദൈവം നമുക്ക് സഹായമായിരിക്കേണ്ടതിന് എബ്രായർ 4:6 എഴുതിയിരിക്കുന്നത് പോലെ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം
ഞാൻ നിന്നെ കൈവിടുമോ?